നമസ്കാരം. ന്യൂസ് 24ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ആശങ്കയുടെ ഒരു ദിവസമായി വയനാട്ടിൽ നിന്നും വാർത്തകൾ വരികയാണ്. വയനാട്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകമ്പനം ഉണ്ടായിരിക്കുന്നു. കോഴിക്കോടിന്റെ ചില ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള പ്രകമ്പനം ഭൂമിക്കടിയിൽ നിന്നും കേട്ടതായി പറയപ്പെടുന്നു. ആളുകളൊക്കെ തന്നെ വലിയ ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. എന്താണ് ഇതിന്റെ കാരണം, ഇതിന്റെ പ്രഭവ കേന്ദ്രം, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. ദേശീയ ഇപ്പോൾ IC ബാലകൃഷ്ണൻ ആശങ്ക പ്രകടിപ്പിക്കുമ്പോൾ ജനങ്ങളുടെ ആശങ്ക ഗൗരവമായി കണ്ട് ഗവൺമെന്റും ജില്ലാ ഭരണകൂടവും ഭയമുള്ള എല്ലാവരെയും മാറ്റി മറ്റ് ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. കാരണം മുണ്ടക്കൈ എന്ന് പറയുന്ന മേഖലയും പുഞ്ചിരിമുട്ടും നമ്മുടെ മുന്നിലുള്ള ഭയാനകമായ സംഭവമാണ്. ആ സംഭവം ഉള്ള സാഹചര്യത്തിൽ, നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ അത് വളരെ ഗൗരവത്തിൽ തന്നെ പഠനം നടത്തണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ആ ആവശ്യം ജില്ലാ ഭരണകൂടത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. വില്ലേജ് ഓഫീസർ മുതൽ അങ്ങോട്ടുള്ള മുഴുവനും ഉദ്യോഗസ്ഥന്മാർക്ക് അതുമായി ബന്ധമുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എല്ലാവരും സ്പോട്ടിലെത്തിയിട്ടുണ്ട്. അല്ല, ഈ അവർ പറയുന്നത് ഭയപ്പെടേണ്ടതില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ചില ആശങ്കകളുണ്ട്. അതുകൊണ്ട് ഈ പഠനം പൂർത്തിയാക്കുന്നത് വരെ മാറേണ്ട ആളുകൾ, അങ്ങനെ ആശങ്കയുള്ള ആളുകളെ മാറ്റി പാർപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് ആവശ്യം. ഏകദേശം 400-ലധികം കുടുംബങ്ങൾ ഈ പ്രദേശങ്ങളിൽ മാത്രമുണ്ട്. പല സ്ഥലങ്ങളിലും ഇതേ രീതിയിൽ തന്നെ പ്രകമ്പനം ഏറ്റുവെന്നാണ് പറയുന്നത്. അങ്ങനെ ഇത്രത്തോളം ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നത് പ്രായോഗികമാണ്. അല്ല, പ്രായോഗികം എന്ന് പറയുന്ന ഒരു അപകട സൂചന ഉണ്ട് എന്ന് ഇതിന് ഡിസാസ്റ്റർ സംവിധാനം പരിശോധിച്ച് പുറത്തോട്ടാൽ അവർ മാറ്റണ്ടേ? അവരിപ്പോൾ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് പറയുമ്പോൾ അവർ വ്യക്തമായ റിപ്പോർട്ട് ഇറക്കട്ടെ. അവരൊരു പഠന റിപ്പോർട്ട്, ഞാൻ പറഞ്ഞില്ല, ഭൂകമ്പ മാഫിനിയിൽ ഈ സമയം വരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ഇവരൊക്കെ മാറ്റേണ്ടി വരും. അപ്പോൾ അവർ കൃത്യമായി അത് പഠിച്ച് അവർ പറയട്ടെ. എന്തായാലും നമ്മുടെ മുന്നിൽ ആശങ്കയുണ്ട്. റവന്യൂ ഉദ്യോഗസ്ഥന്മാർ ഇവിടെയുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് എന്താ ചെയ്യും. ഇവിടെ മാത്രം പോരാ, ഈ അമ്പൂത്തി മാത്രമല്ല, മാറ്റി പാർപ്പിക്കാനുണ്ട്. അമ്പൂത്തും, വെള്ളച്ചാട്ടം, പാടിപ്പറമ്പ്, പൊതുതണ, കുറിച്ചാർമല, അതോടൊപ്പം തന്നെ പിന്നെ വെങ്ങപ്പള്ളി, മേപ്പാടി പല ഭാഗങ്ങൾ, കോഴിക്കോട് അടക്കം എല്ലാ മേഖലകളിലും. ഒരുപക്ഷെ ഇത് തൃശ്ശൂർ അങ്ങോട്ട് എത്താൻ സാധ്യതയുണ്ടെന്നാണ് കേൾക്കുന്നത്. അതുപോലെ തന്നെ അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് കാലാകാലം സംരക്ഷിക്കപ്പെടേണ്ട മേഖലയാണ്. ഈ മലമുകളിൽ റിസോർട്ടുകളുണ്ട്. ഈ മലമുകളിൽ സ്വിമ്മിംഗ് പൂളുണ്ട്. ഇവിടെ വെള്ളച്ചാട്ടം എന്ന് പറയുന്നൊരു ഏരിയ, അവിടെ വെള്ളം ചാടുന്നുണ്ട്. വെള്ളച്ചാട്ടം അവിടെ ഇപ്പോൾ വെള്ളം വരുന്നില്ല എന്ന് പറയുന്നത്. ഇതൊക്കെ ഈ പിന്നെ സ്വിമ്മിംഗ് പൂളുമായി ബന്ധപ്പെട്ടുള്ള കൺസ്ട്രക്ഷൻ നടന്നതിന് ശേഷമാണ് അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഇവിടെ ഉണ്ടായത്. ചെറു മരങ്ങൾ മുറിച്ച് മാറ്റുന്നു. അപ്പോൾ ഇതിന് കടുത്ത നിയന്ത്രണം കൊണ്ടുവരേണ്ടതുണ്ട്. ഈ കാര്യം കുറച്ച് മുമ്പ് റവന്യൂ വകുപ്പ് മന്ത്രിയും അതോടൊപ്പം തന്നെ പിന്നെ ടൂറിസം വകുപ്പ് മന്ത്രിയുടെയും ശ്രദ്ധയിൽ വളരെ, ഇവിടെ മാത്രമല്ല, നമ്മുടെ ഈ വയനാട് ജില്ലയിലെ ടൂറിസം മേഖല എടുത്ത് പരിശോധിക്കുമ്പോൾ, റിസോർട്ടുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ സ്വിമ്മിംഗ് പൂളാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അത് മലമുകളിലാണ് നിർമ്മിക്കുന്നത്. ആ പ്രവൃത്തി ഒഴിവാക്കണം എന്നുള്ളതാണ് എൻ്റെ നിലപാട്. ഇവിടെ സ്വൈര്യമായി ജീവിക്കാനും ആശങ്ക പരിഹരിക്കാനും ഗവൺമെൻറ്റും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഇടപെടേണ്ടതുണ്ട്. അത് സ്കൂളുകളൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു. മാറേണ്ടി വന്നാൽ സ്കൂളുകളൊക്കെ ഒരുക്കി കഴിഞ്ഞു. അല്ല, മന്ത്രിയുടെ അഭിപ്രായം പറഞ്ഞല്ലോ. ആശങ്കകൾ ദൂരീകരിക്കേണ്ടതും ജനങ്ങൾ സംശയങ്ങൾ തീർക്കേണ്ടതും ഗവൺമെൻറ്റും ഇതിൻ്റെ പഠന മേഖലയിലുള്ള ആളുകളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും.